Merchants of India. Hello and welcome to Merchants of India. Merchants of Indiaയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തോളം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഉത്സവത്തിന്റെ വ്യാപാര രീതികൾ എന്തൊക്കെയായിരിക്കും? നല്ല രസമായിരിക്കും അല്ലേ? നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റ് ആയ തമിഴ്നാട്ടിൽ പൊങ്കലാണ്. പൊങ്കൽ എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ ഓണാഘോഷം പോലെ തന്നെ. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും എന്തായാലും കച്ചവടത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കുമല്ലോ. സോ തമിഴ്നാടു പൊങ്കൽ. ചോള സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണത്രേ പൊങ്കൽ എന്ന ആഘോഷം തുടങ്ങിയത്. തമിഴർ തിരുനാൾ അഥവാ തമിഴരുടെ ഫെസ്റ്റിവൽ എന്ന പേരിലും പൊങ്കൽ അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ കഥ പറയാൻ തമിഴ്നാട്ടിലെത്തണം. അപ്പോൾ ആദ്യം അവിടെ എത്തട്ടെ. നമ്മളിപ്പോൾ കേരളത്തിന്റെ പ്രധാന വാണിജ്യ പാതയായ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞു. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിലാണ്. ഇനി പൊങ്കൽ വിശേഷങ്ങളിലേക്ക്. ഞാനിപ്പോ കോയമ്പത്തൂർ ടൗണിലെത്തി. പൊങ്കൽ കാഴ്ചകളിലേക്ക് നമ്മളിതാ നീങ്ങിക്കൊണ്ടിരിക്കുക. കോയമ്പത്തൂരിലെ ഉക്കടം എന്ന സ്ഥലമാണിത്. ഇവിടെ പൊങ്കലിനോടനുബന്ധിച്ച് റോഡരികിലെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ ഓണത്തിന് പൂക്കൾ പോലെയാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ സമയത്ത് കരിമ്പ്. ദേ ആ കാണുന്നത് സത്യത്തിൽ കോയമ്പത്തൂരിലെ ഒരു മീൻ മാർക്കറ്റ് ആണ്. പക്ഷെ പൊങ്കൽ പ്രമാണിച്ച് ഇന്ന് അത് കരിമ്പ് മാർക്കറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഗ്രാമങ്ങളിലെ കരിമ്പുതോട്ടങ്ങളിൽ നിന്നും ലോഡ് കണക്കിന് കരിമ്പ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് ചെറിയ വണ്ടികളിൽ കയറ്റി കോയമ്പത്തൂരിലെ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം കരിമ്പാണ് മാർക്കറ്റിൽ എത്തുന്നത് നോക്കൂ. ഇന്നത്തെ ദിവസം എന്താ ചെയ്യാം?
എന്നിട്ട് ഭോഗി പണ്ടിക. അപ്പൊ എന്താ ചെയ്യാ? എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കും. നാളെയാണ് ശരിക്കുള്ള പൊങ്കൽ, തൈപ്പൊങ്കൽ. പിന്നെ പൂപ്പൊങ്കൽ, അതിനുശേഷമാണ് പൂപ്പൊങ്കൽ. ലാസ്റ്റ് ദിവസം അന്ന് അമ്പലത്തിലൊക്കെ പോകും. അമ്പലത്തിലെ എല്ലാ ദിവസങ്ങളും വീട്ടിൽ വെച്ച് പൊങ്കൽ സമയത്ത് വീട്ടിൽ വെച്ച് പൂജിക്കും. നമ്മുടെ നാട്ടിലെ ഓണം പോലെ തന്നെയാണ് ഇവിടുത്തെ പൊങ്കൽ. 3-4 ദിവസങ്ങളുടെ ആഘോഷമാണ്. ഇന്നത്തെ ദിവസം എന്താണ്? ഭോഗി പണ്ടിക. ഭോഗി പണ്ടിക എന്ന് പറഞ്ഞാൽ വീടൊക്കെ വൃത്തിയാക്കി അനാവശ്യമായ സാധനങ്ങളൊക്കെ, ചീത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്ന ദിവസമാണ് ഇന്ന്. നാളെ തൈപ്പൊങ്കലാണ് മെയിൻ പൊങ്കൽ ദിവസം. അതിനുശേഷം പിറ്റേ ദിവസം മാട്ടുപൊങ്കൽ. മാടിനെ കുളിപ്പിച്ച് അതിന്റെ കൊമ്പിനൊക്കെ പെയിന്റ് ചെയ്ത് അതിനൊക്കെ സുന്ദരമാരാക്കി ഇടുന്ന ദിവസമാണ്. ലാസ്റ്റ് ദിവസം 4ാമത്തെ ദിവസം പൂപ്പൊങ്കൽ. നമ്മൾ ഓണത്തിന് ചെയ്യുന്ന പോലെ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ച് അതിനുശേഷം അന്ന് അമ്പലത്തിലൊക്കെ പോകും, കോവിലൊക്കെ പോകുന്ന ദിവസമാണ് അവസാനത്തെ ദിവസമായ പൂപ്പൊങ്കൽ. ഇവിടെയും പൊങ്കൽ വിശേഷങ്ങൾ ശരിക്കും കാണണമെങ്കിൽ ഗ്രാമത്തിലേക്ക് പോകണം. അപ്പൊ ഇനി നമുക്ക് ഗ്രാമത്തിലേക്ക് യാത്രയാവാം അല്ലേ? എല്ലാ ഉത്സവങ്ങളെ പോലെ തന്നെ പൊങ്കൽ പ്രമാണിച്ചുള്ള ഷോപ്പിംഗിന്റെ തിരക്കാണ് ഈ എന്നിൽ കാണുന്നത്. സമയം രാവിലെ ആയിട്ടേ ഉള്ളൂ, 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എങ്കിലും ആളുകളെ കൊണ്ട് കടകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പൊങ്കലിനായി ഇറങ്ങിയ ലേറ്റസ്റ്റ് ഡിസൈൻസും ഫാഷൻസും വരെ കടകളിൽ എത്തിയിട്ടുണ്ട്. ഇനി പൊങ്കലിന്റെ അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. പൊങ്കലിന്റെ ആഘോഷം നേരിട്ട് കാണാനായി കോയമ്പത്തൂരിനടുത്തൊരു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങള്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ തെരുവിൽ അതിന്റെ ആംബിയൻസ് കാണാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. തെരുവിലൊന്നും അതിന്റെ ഒരു പ്രത്യേകത, ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ പ്രത്യേകത ഒന്നും തെരുവുകളിൽ കാണാനില്ല. ഇവിടെ പൊങ്കലിന്റെ ആഘോഷം ശരിക്കും വീടുകളിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അവിടെ ചെന്നാൽ കാണാം വീടുകളിൽ ഒരുപാട് ഭക്ഷണ വിഭവങ്ങളെ കൊണ്ടും അലങ്കാരങ്ങളെ കൊണ്ടും സജ്ജീകരിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ ഒരു തരം ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ ഉണ്ടാക്കിയത് അടുത്ത വീടുകളിലും അടുത്ത വീടുകളിലും ഉണ്ടാക്കിയത് ഇവിടേക്കും തരിക. അങ്ങനെ സ്നേഹബന്ധങ്ങളുടെ ഒരു ആഘോഷം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഉത്സവം തന്നെയാണ് പൊങ്കൽ ഇവിടെ. ഈ ഗ്രാമത്തിൽ പൊങ്കൽ ആഘോഷങ്ങൾക്ക് പേര് കേട്ടൊരു കോവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൊങ്കലിന്റെ അവസാനത്തെ ദിവസത്തേക്കുള്ള തേര് വരെ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് ഇപ്പോൾ കാണാൻ കഴിയില്ല, കാരണം അവസാനത്തെ ദിവസം വലിയ ആഘോഷത്തോടെ മാത്രമാണ് അത് പുറത്തേക്ക് എടുക്കുന്നത്. പൊങ്കൽ വരവേൽക്കാനായി ഇവിടുത്തെ എല്ലാ കടകളുടെയും വീടുകളുടെയും മുന്നിൽ ചാണകവും മഞ്ഞളും മെഴുകിയിട്ടുണ്ടാവും. ദാ ഇതുപോലെ. പൂണ്ടിപ്പൊങ്കലിന്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ വീടൊക്കെ ശുദ്ധീകരിച്ചതിന് ശേഷം ഈ 3 പൂക്കളും, ഇത് പൂളപ്പൂ, ആവരം പൂ, പിന്നെ നമ്മുടെ ആര്യവേപ്പിന്റെ ഇല, ഇതുകൊണ്ട് വീട് അലങ്കരിക്കുന്നു വെച്ചാൽ വീടിന്റെ എൻട്രൻസിലും പിന്നെ ഭഗവാന്റെ മുന്നിലും
വീടിന്റെ പിൻഭാഗത്തും ആട്ടുകല്ല്, അമ്മിക്കല്ല്, അങ്ങനെ വീട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇതുകൊണ്ട് അലങ്കരിക്കും. എന്നിട്ട് നല്ലൊരു സദ്യ, നമ്മുടെ നാട്ടിലും ഈ വിശേഷങ്ങളുടെ ദിവസങ്ങളിലുള്ള പോലെ തന്നെ നല്ലൊരു സദ്യ ഉണ്ടാവും. ഭഗവാനായിട്ടാണ് ആ സദ്യ ഒരുക്കുന്നത്. അങ്ങനെ ഒരു സദ്യയും കൂടെ ഇന്നത്തെ ദിവസം ഇവിടെ ഒരുക്കുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലെ ഓണത്തിന് തൃക്കാക്കരപ്പനെ പൂക്കളെ കൊണ്ട് വരവേൽക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. ഞാനിപ്പോ ഗ്രാമത്തിലൊരു ചെറിയ തെരുവിലാണ്. ഇവിടെ ഇവരുടെ പൊങ്കലിന്റെ തയ്യാറെടുപ്പുകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പം മഞ്ഞളിട്ട ചാണകവെള്ളം തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം കോലം വരയ്ക്കാനുണ്ട്. പിന്നെയുണ്ട് കുറെ കാര്യങ്ങൾ, നമുക്ക് നോക്കാം. ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഈ വഴി നീളെ ഇവര് കോലം വരയ്ക്കുകയാണ്. ഒരുപാട് ഡിസൈൻസ് ഇവർക്ക് കൈകൊണ്ട് വരയ്ക്കാൻ അറിയാം. കോല അലങ്കരിക്കാനുള്ള കളർ കോലപ്പൊടിയാണ് ഇത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് വീടുമുറ്റത്ത് വരയ്ക്കലാണ്. അങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ട് ഓരോരോ ഘട്ടങ്ങളായിട്ട് പൊങ്കലിന്റെ ആഘോഷം ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഭോഗി പണ്ടികയുടെ അവസാന ഘട്ടങ്ങളിലാണ് ഈ തെരുവിലെല്ലാവരും. ഇപ്പൊ ചാണകവും മഞ്ഞളും മെഴുകിക്കഴിഞ്ഞു. ഇനി കോലം വരച്ചുകൊണ്ടിരിക്കുന്നു. പലരും കോലം വരച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെയാണ് തൈപ്പൊങ്കൽ അല്ലേ? ഇന്ന് ഭോഗി പണ്ടിക കഴിഞ്ഞു. നാളേക്ക് തൈപ്പൊങ്കൽ. തൈപ്പൊങ്കലിന് ഇവര് രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന മുമ്പ് തന്നെ മൺകലത്തില് അരിയും ശർക്കരയും, നമ്മുടെ പൊങ്കാല പോലെ തന്നെ അരി, ശർക്കര, മുന്തിരിങ്ങ, നെയ്യും ഒക്കെ ഇട്ട് തിളപ്പിച്ച് അത് അങ്ങനെ പൊങ്ങി വരുമ്പോ അതാണ് അവർ സമ്പൽ സമൃദ്ധിയുടെ ഒരു ചിഹ്നം. അതിങ്ങനെ പൊങ്ങി തിളച്ച് മറയുമ്പോഴാണ് ശരിക്കും ആ പൊങ്കലിന്റെ ആഘോഷം അങ്ങ് പൂർണ്ണമാവണം അല്ലേ? നാളത്തെ ഇത് അത് സൂര്യന്റെ മുമ്പ് തന്നെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ്. കാരണം സൂര്യന് ഒരു ഡെഡിക്കേഷൻ ആയിട്ടാണ് ഈ പൊങ്കൽ ഇവിടെ നടത്തുന്നത് അല്ലേ? എന്നിട്ട് അത് പൊങ്ങി വരുമ്പോ എന്താ നിങ്ങൾ പറയുന്നത്? പൊങ്കലോ പൊങ്കൽ എന്ന് പറയും അല്ലെ? ഒന്ന് പറയൂ, എങ്ങനെയാന്ന്? എല്ലാരും കൂടെ ഒരുമിച്ച് പറയൂ. ഇങ്ങനെ പൊങ്കലോ പൊങ്കൽ എന്ന് പറയും ഇവരിങ്ങനെ തിളച്ച് മറിയുമ്പോ. അങ്ങനെ തൈപ്പൊങ്കൽ നാളെ, അതിനുശേഷം പിറ്റേ നാളാണ് മാട്ടുപ്പൊങ്കൽ. മാട്ടുപ്പൊങ്കൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവര് ആക്ച്വലി വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മൃഗമാണ് പശു. കാരണം ആക്ച്വലി നമ്മൾ ഹിന്ദുക്കളിൽ നമുക്ക് കാണാം പശു പാല് തരുന്നത്, നമ്മൾ പൂജിക്കുന്ന ഒരു മൃഗമാണല്ലോ പശുക്കളെ. അങ്ങനെ പശുവിനെ നന്നായിട്ട് സുന്ദരിയായി കുളിപ്പിച്ച് ഒരു കുങ്കുമത്തിന്റെ പൊട്ടൊക്കെ തൊട്ട് അതിന്റെ കൊമ്പിന്റെ മേലെ നല്ല കളറിൽ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരിയാക്കി അങ്ങനെ പശുക്കൾക്ക് ഒരു നന്ദി സൂചകമായിട്ട് കൊടുക്കുന്ന ദിവസമാണ് മാട്ടുപ്പൊങ്കൽ ദിനം. മാട്ടുപ്പൊങ്കലിന്റെ അന്ന് മാടിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഇവര് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ആ ദിവസം മാടിന്. തമിഴ് കലണ്ടറിലെ 10ാമത്തെ മാസമാണ് തൈമാസം. അതുകൊണ്ടാണ് ഈ ആഘോഷത്തിന് തൈപ്പൊങ്കൽ എന്ന പേര് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ തെരുവിലെ പൊങ്കൽ കാഴ്ചകൾ. ഹാപ്പി പൊങ്കൽ.
പൊങ്കലിന്റെ ശരിക്കുള്ള എസൻസ് കാണണമെങ്കിൽ മധുരയിൽ തന്നെ പോകണം. പക്ഷെ നമ്മുടെ പ്രോഗ്രാം ഒരു ട്രേഡ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇവിടെ വന്നത്. പൊങ്കലിന് ട്രേഡ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സാധാരണ എല്ലാ ആഘോഷങ്ങളെ പോലെ തന്നെ പൊങ്കൽ സമയത്തും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത് നിർബന്ധിതമായ ഒരു കാര്യമാണ്. അതുകൂടാതെ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കരിമ്പ്, കുങ്കുമം, പിന്നെ പൊങ്കലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പൂക്കളും. അങ്ങനെ പൊങ്കലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും ചെയ്തു. ഇനി ഓരോ ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ഉത്സവത്തിനും അതിൻ്റെതായ പ്രത്യേക ഭക്ഷണ വിഭവം ഉണ്ടാവും. ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് കേക്ക്, ഓണത്തിനാണെങ്കിൽ ഓണസദ്യ, തിരുവാതിരയ്ക്കാണെങ്കിൽ തിരുവാതിര പുഴുക്ക്, കൂവ പായസം, അങ്ങനെ. ഇപ്പൊ പൊങ്കലിനും ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു പ്രത്യേക വിഭവം. അതും ഒരു രസകരമായ കാര്യമാണ്. ഞാനിപ്പോ കോയമ്പത്തൂരിൽ ഒരു ചെറിയ ഹോട്ടലിലാണ്. ഒരു പ്ലേറ്റ് പൊങ്കൽ ഓർഡർ ചെയ്യും ചെയ്തു. തമിഴ്നാട്ടിൽ പൊങ്കൽ എന്ന ഉത്സവത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിനുള്ള ഉദാഹരണമാണ് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായ പൊങ്കൽ എന്ന വിഭവം. താങ്ക് യു. ഈ പൊങ്കൽ എന്താണെന്നറിയോ? പച്ചരി ചോറ് നെയ്യിൽ പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് കുരുമുളക്, കരിവേപ്പില, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒക്കെ ചേർക്കും. കൂടെ കഴിക്കാനായിട്ട് സാമ്പാറും ചട്നിയും. രാവിലെ കണ്ട കോയമ്പത്തൂരിലെ ബിസി സ്ട്രീറ്റ് അല്ല ഇപ്പോ സമയം വൈകുന്നേരമായി, കടകളൊക്കെ അടച്ചു തുടങ്ങി, ആളുകളൊക്കെ വീടുകളിൽ പൊങ്കലിന്റെ തയ്യാറെടുപ്പിനായി പോയി തുടങ്ങി. ഇതൊക്കെയാണ് ഇവിടുത്തെ പൊങ്കൽ കാഴ്ചകൾ. ഇന്ത്യയിലെ ട്രേഡ് വളരെ ഡൈവേഴ്സ് ആണ്. വ്യാപാരങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ തന്നെയാണല്ലേ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ 1000 വർഷം പഴക്കമുള്ളൊരു ആഘോഷമെന്ന്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുന്ന ഇതുപോലത്തെ ആഘോഷങ്ങളും സംസ്കാരവുമാണ് വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാവുന്നത്. ഇനി മെർച്ചന്റ്സ് ഓഫ് ഇന്ത്യയുടെ അടുത്ത ആഴ്ച. ബൈ. ഇതാണ് ഒറിജിനൽ ഫ്രഷ് ടീ. ഇത് അറിയണമെങ്കിൽ ഒരു ചായ ഫാക്ടറിയിൽ തന്നെ വരണം. ചൂടോടെ വറുത്ത് വരുന്ന ചായപ്പൊടിക്ക് മുന്നിൽ ഒന്നിന് പിറകായ ഒന്ന് ചായ കുടിക്കുന്ന ഒരു ഫീലിംഗ് ആണ്.